ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഫയസദ്ദീൻ. അപ്പോൾ പുതുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അടിപൊളി ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നതാണ്. അതായത് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോകളുടെ ഡ്രോയിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ ഡ്രോയിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ പെൻസിൽ ഡ്രോയിങ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഓയിൽ പേസ്റ്റൽസ്, അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ കുറേ തരം ഡ്രോയിങ്സ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തിയാൽ പോകുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കുമ്പോൾ ചാനൽ അറിയുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ എവിടെ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇൻ്റർഫേസ് നമുക്ക് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസാണ്. സ്കെച്ച് ഫോട്ടോ ഒന്ന് മുകളിലേക്ക് കാണിച്ചിട്ട് ആപ്ലിക്കേഷൻ ലോഡാവും. അപ്പോൾ ലോഡായതിനു ശേഷം ഇങ്ങനെ ഗാലറി, മോർ ആപ്സ്, പിന്നെ റിമൂവ് ആഡ്സ് എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻസ് വരും. അതിൽ ഗാലറി ക്ലിക്ക് ചെയ്ത് നമുക്ക് ഗാലറിയിലത്തെ ഫോട്ടോസ് എടുത്ത് ഇതുപോലെ ഡ്രോയിങ്സായി മാറ്റാം. അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ ഡ്രോയിങ്സായി മാറ്റുന്നത് കാണിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിന് ശേഷം മുകളിലെ ടിക്ക് ബട്ടൺ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഫോട്ടോ അങ്ങനെ വരയ്ക്കുന്ന പോലെ കാണിക്കും. അതിന് ശേഷം നമുക്ക് അടിയിൽ കുറേ ഡിസൈൻസ് കാണാം. അപ്പോൾ അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പെയിൻറ്റിങ്സാണ്. പെൻസിൽ വേണമെങ്കിൽ പെൻസിൽ, പിന്നെ അടിയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടംപോലെ പെയിൻറ്റ്, അങ്ങനെ കുറേ ഓപ്ഷനുകൾ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് വരച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം ബാക്കിയുള്ള ലുക്കുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രോയിങ്. അതിന് ശേഷം നമുക്കിനി പെൻസിൽ ടൂന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. ഞാനത് സെലക്ട് ചെയ്യുമ്പോൾ സ്കെച്ചിങ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് ലോഡാവും. അതിന് ശേഷം നമ്മുടെ ഫോട്ടോ ആ ഒരു രീതിയിൽ ആയി കിട്ടും. അപ്പോൾ ഇവിടെ കളർ കൊടുക്കണമെങ്കിൽ ഇവിടെ കളർ സ്കെച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യുക. അപ്പോൾ കളറാവും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഫോട്ടോകൾ ഇഷ്ടമുള്ള രീതിയിൽ ഏത് ആപ്ലിക്കേഷനിൽ നമുക്ക് എടുക്കാൻ പറ്റും. പലതരം പെൻസിലുണ്ട്, പിന്നെ ഓയിൽ പേസ്റ്റൽസ്, പിന്നെ സാധാരണ പെയിൻറ്റിങ്, പിന്നെ വാട്ടർ കളർ പോലെ, അങ്ങനെ പല രീതിയിലുള്ളതുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നാക്കാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ആക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ഫോട്ടോ ആക്കിയതിന് ശേഷം നമുക്ക് മുകളിൽ ഒരു ടിക്ക് ബട്ടൺ കാണാം. അപ്പോൾ ഞാൻ ഈ ഒരു മോഡലിലാണ് ആക്കിയിരിക്കുന്നത്. അതിന് ശേഷം ടിക്ക് അമർത്തുക. ടിക്ക് അമർത്തുമ്പോൾ നമ്മുടെ ഫോട്ടോ കോൺട്രാസ്റ്റ് ഒക്കെ കൂട്ടണമെങ്കിൽ ഓപ്ഷൻ ഉണ്ട്. ബ്രൈറ്റ്നസ്സും വേണമെങ്കിൽ നമുക്ക് കുറച്ച് കൂട്ടാം. അതിന് ശേഷം ഇവിടെ അടിയിൽ സേവിൻ്റെ ബട്ടൺ ഉണ്ട്. അതാവുമ്പോൾ ഞങ്ങൾക്ക് നമ്മുടെ ഫോട്ടോ ഗാലറിക്ക് സേവ് ആയില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയി. വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ എവിടെ ചെയ്യുക. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ, അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. ഒരു അടിപൊളി കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.